ജപ്തി ഭീഷണിയെ തുടർന്ന് ചാലക്കുടിയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ചാലക്കുടി വെട്ടുകടവ് സ്വദേശി ചിറയ്ക്കൽ വീട്ടിൽ 64 വയസ്സുള്ള സോമനാഥ പണിക്കരാണ് വീടിനകത്ത് തൂങ്ങി മരിച്ചത്. BRD സെക്യൂരിറ്റി കമ്പനിയുടെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 80 ലക്ഷം രൂപ വായ്പയെടുത്തത് തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് സോമനാഥ പണിക്കരുടെ വീട് ജപ്തി ചെയ്യാൻ ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ സബ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിച്ചെങ്കിലും സ്റ്റേ കിട്ടിയില്ലെന്ന് പറയുന്നു. ജപ്തി നടപടികൾക്കായി ആമിൻ ഉൾപ്പെടെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് എത്തിയിരുന്നു. ഇതിനിടയിലാണ് വീടിനകത്ത് ഇയാൾ തൂങ്ങി മരിച്ചത്. ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയ സോമനാഥ പണിക്കരെ ഭാര്യ ലതികയും അയൽവാസികളും ചേർന്ന് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണവിവരം അറിഞ്ഞ ഉടനെ ജപ്തി നടപടികൾ വേണ്ടെന്ന് വെച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. ചാലക്കുടി SHO KK സജീവിന്റെ നേതൃത്വത്തിൽ പോലീസ് സോമനാഥ പണിക്കരുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 2012 സോമനാഥ പണിക്കർ വീട് പണയപ്പെടുത്തി വായ്പ എടുത്തത്. പലിശയടക്കം 1 കോടിയിലധികം രൂപ ഇപ്പോൾ അടയ്ക്കാനുണ്ട്. ഇതിനിടെ 3 ദിവസം മുൻപ് ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ വന്ന് സോമനാഥ പണിക്കർ ഇല്ലാത്ത നേരത്ത് വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നതായി പറയുന്നു. ഇത് സംബന്ധിച്ചും സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരുമായി തർക്കമുണ്ടായിരുന്നു. BJP പ്രാദേശിക നേതാവാണ് സോമനാഥൻ പണിക്കർ. 2010 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ചേനത്തുനാട് വാർഡിൽ നിന്നും മത്സരിച്ചിരുന്നു. 15 വർഷം മുൻപാണ് ഇയാൾ ലതികയെ 2ാം വിവാഹം കഴിച്ചത്. ആദ്യ ഭാര്യയുമായി നേരത്തെ ബന്ധം ഏർപ്പെടുത്തിയിരുന്നു. TCV ചാലക്കുടി.